നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം. നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത്. ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ചു നാളൊന്നും നമുക്ക് യാതൊരു പരിചിതമില്ലാത്ത വ്യക്തിയായിരുന്നു. ചിലർ മരണത്തിലൂടെ പ്രസ്തനാകുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി ഇപ്പം മലയാളക്കരയിൽ എനിക്ക് തോന്നുന്നു പകുതി ആൾക്കാർക്കും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സമാധിയെപ്പറ്റി ഓർമ്മ വരും. ഈ സമാധി എന്താണെന്നും സമാധിയെപ്പറ്റിയുള്ള പല ആചാരങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ നിന്നെങ്കിലും ഇപ്പോൾ അതിനെപ്പറ്റി ആരും ബോധവാൻ വരില്ല. എല്ലാവരും ദഹനത്തെപ്പറ്റിയായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ അതിനിടയിലാണ് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയുന്ന വാർത്തകൾ വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പലരും അതിൻ്റെ പുറകെയായിരുന്നു. അതിൻ്റെ പുറകെ പോയതിനു ശേഷം ഈ സമാധി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ചർച്ചയായി. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി സമാധി ആയതാണോ, അത് അദ്ദേഹത്തെ കൊന്നതാണോ എന്നുള്ള ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അവസാനം സമാധി കല്ലറ പൊളിക്കുന്നു. അത് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുറച്ച് ദിവസം മുമ്പ് വന്നായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല. ഗോപൻ സ്വാമിയുടെ കുറച്ച് ആരോഗ്യനിലയെ പറ്റിയാണ് ഇതിൻ്റെ വിശദീകരണം. 75% ബ്ലോക്കുള്ള വ്യക്തിയാണ് ഗോപൻ സ്വാമി എന്ന് പറയുന്നു. അതുപോലെ മൂക്കിലൊരു ചതവുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ പല പല രോഗങ്ങളായി കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം വരാനുണ്ട്. പല ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും വരാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും കുടുംബം അനുഭവിക്കുന്നുണ്ട്. ഏതായാലും കുടുംബം അനുഭവിക്കുന്നു. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പൂർണ്ണമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഏതായാലും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി മറ്റൊരാളുടെ ദേഹത്ത് കയറി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാൻ ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. നെയ്യാറ്റിങ്കരത്തി വിളയിൽ സ്വദേശിയായ ഒരു യുവാവിൻ്റെ ശരീരത്താണ്, ഈ അനീഷ് എന്ന് പറയുന്ന യുവാവിൻ്റെ ശരീരത്താണ് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി കയറി എന്ന് പറയുന്നത്. ഗോപൻ സ്വാമി കയറി കഴിഞ്ഞാൽ നിസ്സാരമായിട്ടൊന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോത്തില്ലല്ലോ. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി കയറിക്കഴിഞ്ഞപ്പം ഏതായാലും പുള്ളി ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവിടെ ചെയ്തിട്ടാണ് പോയത്. കാരണം അടുത്തുള്ള സുഹൃത്തുക്കളായ 2-3 വീട്ടുകാരുടെ വീട്ടിൽ ഇടിച്ചു കയറി, കൂട്ടുകാരുടെ വീട്ടിൽ ഇടിച്ചു കയറി, ആ യുവാക്കളെ ആക്രമിച്ചു, അവരുടെ വണ്ടികളൊക്കെ തകർത്തു. അങ്ങനെ ഒരു ജഗപുകയാക്കി നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി. അങ്ങനെ പെട്ടെന്നൊക്കെ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന വ്യക്തിയൊന്നുമല്ലല്ലോ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി. ഏതായാലും പോലീസിൽ അറിയിച്ചു. പോലീസ് വന്ന് ഈ അക്രമാസക്തനായ ഈ വ്യക്തി അനീഷിനെ പിടിച്ച് ആശുപത്രി കൊണ്ടുവന്നു. ആശുപത്രി അവിടെ വെച്ചും തൻ്റെ പരാക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഏതായാലും 1-2 പേരൊന്നും പിടിച്ചിട്ട് ഈ അനീഷിനെ അടക്കാൻ പറ്റിയില്ല എന്നാണ് വാർത്തകളൊക്കെ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുവന്നു. ഡോക്ടർമാരും കൈയൊഴിഞ്ഞ നിലയിലായിരുന്നു. പിന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയാണ് തൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്ന് ഈ വ്യക്തി അവകാശപ്പെടുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പല പല കഥകളിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുന്നു, അയാൾ അതുപോലെതൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് നേരിട്ടറിവൊന്നുമില്ല. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ലാത്ത കാര്യമാണ്. ഏതായാലും ഇതിൻ്റെ പേരിൽ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും ഒക്കെ ഒത്തിരി കാശുണ്ടാക്കുന്നുണ്ട്. പലരുടെയും കാശ് പോകുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ പൂജകൾ നടത്തുന്നു, ആത്മാവിനെ ഒഴിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ ഈ നൂറ്റാണ്ടിലും നമ്മൾ കണ്ടുവരുന്നത്. അതിനുവേണ്ടി നരബലി നടത്തുന്ന സംഭവങ്ങൾ നമ്മൾ അടുത്ത സമയത്താണ് കേട്ടിട്ടുള്ളത്, അല്ലേ? അതുപോലെ തന്നെ ഓരോ വീട്ടിലും ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നോക്കിക്കുക എന്നൊക്കെ പറയുന്ന ചടങ്ങുകൾ ഇപ്പോഴും പൂർവാധികം ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. നമ്മൾ സാംസ്കാരികമായി ഉന്നതിയിലാണെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ സാംസ്കാരികമായി വളരെ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി ഈ യുവാവിൻ്റെ ശരീരത്തിൽ കയറി എന്നാണ് പറയുന്നത്. ഈ യുവാവിനെ പറ്റി പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ചില വാർത്തകളിലും പ്രകാരം അദ്ദേഹത്തെപ്പറ്റി ഇത്രയും നാളായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത വ്യക്തിയാണ്, അങ്ങനെ അക്രമാസക്തമാകുന്ന വ്യക്തി അല്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും മദ്യം കഴിച്ചതാണോ കഞ്ചാവ് അടിച്ചതാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ലല്ലോ. ഏതായാലും പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ബന്ധപ്പെട്ട വാർത്തകൾ പലതും വരുന്നുണ്ട്. അതിലൊരു വാർത്ത ഒന്ന് കേൾക്കാം. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം. നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത്. ഇന്നലെ രാത്രി 12-ഓടാണ് സംഭവം. താമസ സ്ഥലത്തിന് സമീപമുള്ള
മൂന്നോളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി. പ്രതി അനീഷിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിങ്കരയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺമോഹൻ, ഒരു കെട്ടുകഥയാണോ ഇത്? ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടത്, അതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ? ടോം, ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത്. കാരണം ഒരു ഗോവൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തിയുള്ള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത്. തുടർന്ന് സമീപത്തുള്ള 3 യുവാക്കളെ ഇയാൾ അകാരണമായി മർദ്ദിച്ചു. ഇവർക്ക് പരിക്ക് പറ്റിയിരുന്നു, കാര്യമില്ലാത്ത പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു. തുടർന്ന് ഇയാൾ അക്രമാസക്തനായതിനെ തുടർന്ന് നെയ്യാറ്റിങ്കര പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ലാസ്റ്റ് ഏതായാലും നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമി ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ വ്യക്തികളുടെ ശരീരത്തിൽ കയറാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് ചിലപ്പം ആക്രമണം ചെയ്യുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അനീഷ് നടത്തിയ ബുദ്ധിപരമായ നീക്കമാകാനും വഴിയുണ്ട് അല്ലേ? ഒരു വ്യക്തി അത് ലോകം ഇപ്പം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കയറി എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് പോകുമായിരിക്കാം. ഏതായാലും ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചുകൂടാ കേട്ടോ. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. എന്ത് സംഭവം വന്നാലും ഇതിന് 2 തലമുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ആൾക്കാർ വിശ്വസിക്കും, കുറച്ച് ആൾക്കാർ ഇതെല്ലാം അന്ധവിശ്വാസമായി എഴുതിക്കള്ളും. ആ അന്ധവിശ്വാസമായി എഴുതിത്തള്ളുന്ന കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ. പക്ഷേ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോവുകയും അവിടുത്തെ ഡോക്ടർമാരുടെ ചികിത്സയിലും ഒക്കെ പിടിവൊക്കെ ചെയ്യും. അദ്ദേഹത്തെപ്പറ്റി നേരത്തെ ഇങ്ങനെ യാതൊരുവിധ ആക്രമണവും നടത്തിയ വ്യക്തി അല്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. നമുക്ക് ആണ് ഇതിൻ്റെ സംഭവം എന്നറിയില്ല. ഏതായാലും നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമി മരിച്ചതിന് ശേഷമാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള വാർത്തകളിലൂടെ ആയാലും ദിനം പ്രതി ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ജീവിക്കുകയാണ് എന്ന് പറയാം. ജീവിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് നെഗറ്റീവിലൂടെയാണ്, മറ്റൊന്ന് പോസിറ്റീവിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ സമാധി കല്ലറയിലേക്ക് ഭക്തജനപ്രഭാവം ഉണ്ടാകുമെന്നൊക്കെ പലതും ധരിച്ചു. പക്ഷേ എന്തോ അതിന് ആൾക്കാരൊന്നും മുതിർന്നില്ല. എന്നാലും നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമിയുടെ കല്ലറയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചില മാധ്യമങ്ങളെങ്കിലും നോക്കുന്നുണ്ട് എന്നുള്ളതാണ് നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുപോലെ വീട്ടുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വീടുകാരാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ്. അവരുടെ കഥ മറുവശത്ത് നടക്കുന്നു. ഏതായാലും എല്ലാം കൊണ്ടും ജഗപോകയാണ് നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമിയുടെ മരണം. അദ്ദേഹം ജീവിച്ചിരുന്നപ്പം ഉണ്ടാക്കാത്ത വിവാദങ്ങളാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നത്. അതങ്ങനെയാണല്ലോ, ചിലവർ ജീവിച്ചപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കും, ചിലവർ മരിച്ചാലും വിവാദങ്ങൾ വിട്ടുമാറത്തില്ല. അതുതന്നെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.